ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ മൂവി ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോനു ടിപിയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാൾ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ്, ഒരു റൊണാൾഡോ ചിത്രം. അശ്വിൻ ജോസ്, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റിനോയ് കല്ലൂർ രചനയും സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഒരു റൊണാൾഡോ ചിത്രം. ആമസോൺ പ്രൈം വീഡിയോ വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഓടുമുദ്ര ചാടുമുദ്ര. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ചിത്രമാണ് ഓടുകുതിര ചാടുകുതിര. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഈ മാസം 26 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് വേദുവൻ. കണ്ണരവിയെ കേന്ദ്ര കഥാപാത്രമാക്കി പവൻകുമാർ രചനയും സംവിധാനം ചെയ്തൊരു ത്രില്ലർ വെബ് സീരീസ് ആണ് വേദുവൻ. C5 ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു കൊറിയൻ മൂവിയാണ് ഗുഡ് ന്യൂസ്. ഹ്യൂമർ ആൻഡ് ത്രില്ലിംഗ് ക്രൈം സ്റ്റോറിയാണ് ഗുഡ് ന്യൂസ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോണ്ടഡ് ഹോട്ടൽ. മാറ്റ് റോൾ സംവിധാനം ചെയ്തൊരു അമേരിക്കൻ അഡൾട്ട് ആനിമേറ്റഡ് ഹൊറർ കോമഡി സീരീസ് ആണ് ഹോണ്ടഡ് ഹോട്ടൽ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് മദ്രാസി. ശിവകാർത്തികേയനെ കേന്ദ്ര കഥാപാത്രമാക്കി AR മുരുകദാസ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മദ്രാസി. ഒക്ടോബർ 1 വീക്കിൽ ആമസോൺ പ്രൈമിലൂടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് വാർ 2. ഋതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 9 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എവരിബഡി ലവ് മീ വെൻ ഐ ആം ഡെഡ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 14 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് വേവാർഡ്. ഇതൊരു ത്രില്ലർ സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 25 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു സീരീസ് ആണ് ആലീസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3. ഇതൊരു ത്രില്ലർ സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 25 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സൺ ഓഫ് സർദാർ 2. അജയ് ദേവ്ഗണിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിജയ് കുമാർ അറോറ സംവിധാനം ചെയ്ത ഒരു കോമഡി ഫിലിമാണ് സൺ ഓഫ് സർദാർ 2. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഹൗസ് മേറ്റ്സ്. ദർശൻ, ആഷ ചാന്ദിനി ബൈജു, കാളി വെങ്കട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജവേൽ സംവിധാനം ചെയ്ത ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹൗസ് മേറ്റ്സ്. നവദമ്പതികളായ കാർത്തികും അനുവും ഒരു പഴയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നതും അവിടെ വെച്ച് വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് കഥയുടെ ഇത്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി മഹാവതാർ നരസിംഹ. അശ്വിൻ കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത ഇന്ത്യൻ ആനിമേറ്റഡ് ഇതിഹാസ പുരാണ ആക്ഷൻ ചിത്രമാണ് മഹാവതാർ നരസിംഹ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഡാനി ബോയൽ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് 28 ഇയേഴ്സ് ലേറ്റർ. സെപ്റ്റംബർ 20 നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി മിറായി. തേജ സജ്ജയെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് കട്ടന്നേനി സംവിധാനം ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് മിറായി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്.
ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 31 ഇത് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് ഘാട്ടി. അനുഷ്ക ഷെട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ക്രിഷ് ജഗർലമുടി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമയാണ് ഘാട്ടി. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസിൻ്റെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 5 ഇത് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു കന്നഡ മൂവിയാണ് ദൂര തീരയാന. മൻസൂർ സംവിധാനം ചെയ്ത് വിജയ് കൃഷ്ണയും പ്രിയകുമാറും പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻറ്റിക് മൂവിയാണ് ദൂര തീരയാന. സൺ നെക്സ്റ്റ് വഴി സെപ്റ്റംബർ 26 ഇത് OTT റിലീസ് ചെയ്യും.